അങ്ങനെ ഷമീർ അപരാധി മോനെ എന്നെ കുറച്ച് കാര്യങ്ങളും കൂടി പറഞ്ഞിട്ട് അതിപ്പോഴാണ് കിട്ടിയിരിക്കുന്നത്. എൻ്റെ ഫാൻസ് തന്നെയാണ് അയച്ചു തന്നിരിക്കുന്നത്. അപ്പം നമുക്ക് എന്തായാലും റിയാക്ഷനിലേക്ക് പോകാം. പിന്നെ അപരാധിച്ച് ഞാൻ വിടും ഈ അപരാധി മോനെ. അതിന്റെ തിരക്കൊണ്ടാണ് കാണുന്നത്, അല്ലെങ്കിൽ കാണൂന്നാ. ഇതെന്താ ഇവൻ പറയുന്നത്? വിജയ് അണ്ണൻ ഇപ്പൊ പ്രധാനമന്ത്രി ആയിക്കോട്ട് കുറച്ച് തിരക്കായി, അല്ലെങ്കിൽ ഡെയിലി ഇവന്റെ വീഡിയോ കാണാനല്ല അയാളെ പണി. രാത്രി 9 മണിയാകുമ്പോൾ ഫുഡ് കഴിക്കുമ്പോ മിഥുൻ കുണ്ണൻ എന്ന് പറഞ്ഞിട്ട് ഇവന്റെ വീഡിയോ എടുത്ത് വെച്ചിട്ട് ഇത് കാണലാന്നല്ല അയാൾക്ക് പണി. എടാ മലരെ, വിജയണ്ണൻ തിരക്കുള്ളതുകൊണ്ട് തന്നെയാണ് എൻ്റെ വീഡിയോ കാണാത്തത്. അല്ലെങ്കിൽ ഞാൻ എപ്പോഴും പുള്ളീനെ ടാഗ് ചെയ്യുന്നുണ്ട്, പുള്ളീൻ്റെ ഓരോ കാര്യങ്ങൾ പറയുമ്പോൾ. അല്ല നിന്റെ ഈ അപരാധ ലൈവ് സ്ട്രീം കാണാൻ പറ്റുമോ? എടാ പുണ്ടേ, സത്യം പറഞ്ഞ പുള്ളി പ്രധാനമന്ത്രിയാണ് പോകുന്നത്. തമിഴ്നാട്ടില് കേരളത്തിലൊക്കെ എല്ലാവരും മന്ത്രി പദവി പറഞ്ഞ പ്രധാനമന്ത്രിയാണ്. എടാ കഴുത പോലെ തന്നെ പുള്ളി തമിഴ്നാട് മുഖ്യമന്ത്രിയാണ്, ചീഫ് മിനിസ്റ്റർ. കള്ള നായി, അത് ആദ്യം പഠിക്കും. കുറച്ച് നോളജ് വേണം കേട്ടോ, കള്ള വെടലെ. നീ എന്താടാ പൊലയാടി മോനെ പറയുന്നത്? എന്താ നീ പറയുന്നത്? വിജയ് അണ്ണൻ രാത്രി നിന്റെ ഫുഡ് കഴിക്കുമ്പോ നിന്റെ വീഡിയോ കാണലാന്നോടാ പണി. അവൻ വിളിക്കുന്ന വിളി നോക്ക്, ഒരു സ്ട്രീമർ വിളിക്കുന്ന വിളിയാ. ഞാൻ പറയുന്നില്ല, എന്താ പറഞ്ഞാല് ഇവനൊക്കെ എന്താ പറഞ്ഞാല് എങ്ങനെ ഇങ്ങനത്തെ വിളികൾ വിളിക്കാൻ ധൈര്യം വരുന്നതാണ് ഞാൻ ആലോചിക്കുന്നത്. നീ സത്യം പറഞ്ഞാൽ വിളിക്കുന്നത് ഒരു കാസ്റ്റിങ്ങിനെ കുറിച്ചാണ്. ഈ സത്യം പറഞ്ഞാൽ എനിക്കത് പറയാൻ തന്നെ ഇതാണ്, അടി കിട്ടും സത്യം പറഞ്ഞാൽ. ഇവൻ പറയുന്ന നോക്ക്. അല്ല പിന്നെ ഒരു കാര്യം, വിജയണ്ണൻ പിന്നെ നിന്റെ ലൈവ് കാണാൻ പറ്റുമോ? എന്താ പറയുക, ഇവനൊക്കെ അടിക്കാൻ വേണ്ട ഈ നായിനെ. മകനായിട്ട് അഭിനയിപ്പിക്കുകയും ചെയ്യും. നായി ഇതെന്താ പറയുന്നത്? വിജയ് നിന്നെ ലാസ്റ്റ് ആയിട്ട് അഭിനയിപ്പിക്കാനാ? അതാണ് എടാ പൊന്നു മോനെ, നിന്നെ സിനിമയിൽ പോയിട്ട് ഷോർട്ട് ഫിലിമിൽ പോയിട്ട് നിന്നൊരു ഇതിലും എടുക്കൂല. അതുകൊണ്ടാണ് നീ മിഥുനണ്ണൻ ഇങ്ങനെ വായിലിട്ട് കൊടുത്തിട്ട് നീ ജീവിക്കുന്നത്, എങ്ങനെയെങ്കിലും സിനിമ കയറി പറ്റാൻ വേണ്ടിയിട്ട്. പിന്നെ നിന്നെ പിടിച്ചിട്ട് പുള്ളീന്റെ മകനായിട്ട് അഭിനയിപ്പിക്കാൻ പറ്റടാ കള്ള നായെ. അല്ല നിന്റെ വിചാരം നീ കുറെ സിനിമയിൽ അഭിനയിച്ച പോലെയാണ്? എടാ ഞാൻ ആസിഫിക്കേന്റെയും കുറെ സിനിമയിൽ ഭാഗങ്ങളായിട്ടുള്ളതാ. നീ എന്നെ താത്തിക്കെട്ടാൻ നിൽക്കണ്ട കേട്ടോ. പിന്നെ നിന്നെ പിടിച്ച് മലയാള സിനിമയിലൊക്കെ അഭിനയിപ്പിക്കാൻ പറ്റും. നിനക്ക് ഒരു കഴിവുണ്ട്. തൊപ്പീൻ്റെ അണ്ടിയും താങ്ങി നിന്നിട്ട് ലൈവ് സ്ട്രീമിലേക്ക് വന്ന് വിജയിച്ചു എന്ന് പറയേണ്ടി വരും. അങ്ങനത്തെ ഒരു പുണ്ടച്ചി മോനാണ് നീ. വേറൊന്നും നിനക്ക് കഴിവില്ല. പുള്ളിൻ്റെ വീട്ടിൽ ഒരു ദിവസം എന്നെ നിർത്തിക്കുകയും ചെയ്യും. പുള്ളീൻ്റെ വീട്ടിൽ ചിലപ്പോൾ നിർത്തിക്കും. കാരണം പുള്ളിക്ക് വായിലിടാൻ വേണ്ടി, അല്ലെങ്കിൽ പുള്ളീൻ്റെ നായി ഉണ്ടാവും, നായിക്ക് വായിലിട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട് ഒരാളെ വേണം. അതിന് വേണ്ടി ചിലപ്പോൾ നിന്നെ നിർത്തിക്കുമായിരിക്കും. അത് എനിക്ക് തോന്നുന്നുണ്ട്. അത് ചിലപ്പോൾ കാര്യമുണ്ട്. നായിക്ക് അവിടെ ഒരു നായി ഉണ്ട്, അപ്പോൾ അതിന് വായിലിട്ട് കൊടുക്കാൻ വേണ്ടി ഇന്നെ ചിലപ്പോൾ നിർത്തിക്കുമായിരിക്കും. അത് നീ പറഞ്ഞ കാര്യമുണ്ട് കേട്ടാ. ഇപ്പൊ പറയുന്നതിൽ കുറച്ച് മറ്റവനെ ഞാൻ തൊള്ളയിൽ വേറെ പറയും. എടാ നീ എന്തിനാ ആ മനുഷ്യനെ ഇങ്ങനെ നാണം കെടുത്തുന്നു, നീ അപമാനിക്കുന്നു കള്ള വെടലെ. ഇവനൊക്കെ എന്താ പറയുക, സത്യം പറഞ്ഞാൽ ഇവൻ്റെ മൂക്കിന് ഇടിക്കണം ഈ നായിൻ്റെ. നീ സത്യം പറഞ്ഞാൽ ആരണ്ടി വായിട്ട് നിൽക്കുന്ന ആണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. അതുകൊണ്ടാണല്ലോ താങ്ങി നിന്നിട്ട് ഇപ്പം ലൈവിൽ കയറി നെളിഞ്ഞിരിക്കുന്നത്. അല്ലാതെ നിനക്ക് കഴിവ് കൊണ്ട് വന്നതല്ലല്ലോ പട്ടി. എടാ പൊന്നു മോനെ, ഇത് ഞാൻ ഇത്രയും ആൾക്കാർ വോട്ട് ചെയ്തിട്ട് ഞാൻ ചെയ്തൊരു കാര്യമാണിത്. ഇത്രയും ആൾക്കാർ, അതായത് 10-18 ആൾക്കാർ വോട്ട് ചെയ്തിട്ട് ഇതിലുള്ള റൂളായി പോയി. അതുകൊണ്ട് ഞാൻ ചെയ്ത 10-18 ആൾക്കാർ കുനിഞ്ഞ് നിൽക്കുന്ന പറഞ്ഞാല് നീ അതും ചെയ്യും. അങ്ങനത്തെ ഒരു പുണ്ടച്ചി മോന. നീ വായിലിടാന്ന് പറഞ്ഞാൽ അതും ചെയ്യും. ഈ ഓഡിയൻസ് എന്താ പറഞ്ഞ, നീ റോട്ടിലൂടെ ഉടുതുണി അയച്ചോടാൻ പറഞ്ഞാൽ അതും ചെയ്യും. അങ്ങനത്തെ ഒരു അപരാധി മോനാണ് നീ. വെടലെ വെടിയൻ. എടാ നാണവന്മാൻ, നിന്നെ കാട്ടി നാണവന്മാനുണ്ട്. ഞാൻ ഷഡ്ഡി ഇട്ടിട്ട് ഞാൻ റോട്ട് മറങ്ങി തുള്ളിയാലും നമുക്ക് കുഴപ്പമില്ല. ഇതേപോലെ വിജയ് അണ്ണന് കുഞ്ഞു കൊടുത്തിട്ടല്ല ഞാൻ ജീവിക്കുന്നത്, നമുക്ക് അത് കുഴപ്പമില്ലടാ. എടാ പന്ന അപരാധി മോനെ, നീ കണ്ടോ ഞാൻ വിജയണ്ണന് കുഞ്ഞെടുക്കാൻ പോകുന്ന? നീയും നിന്റെ തന്തയും വന്ന് കണ്ടോ? പട്ടി അപരാധി. നീ പിന്നെ തൊപ്പിക്ക് കുഞ്ഞു കൊടുത്ത് ഊമ്പി കൊടുത്തിട്ടാണല്ലോ ലൈവിൽ വന്നത്. അത് എല്ലാവർക്കും അറിയാം. പുണ്ടച്ചി മോനെ, എൻ്റെ മൂക്കിനിടിക്കുന്ന ഇനി വിജയണ്ണനേട്ടാ നീ മേലെ പറഞ്ഞ കേട്ടോ. ഇനി ഇന്ന വിജയണ്ണനെ കുറിച്ച് എന്തെങ്കിലും അപവാദം പറഞ്ഞ നിന്റെ MR ഗ്യാങ്ങിൽ വന്ന് അടിക്കും. പുണ്ടച്ചി മോനെ, എൻ്റെ ചള്ളക്ക് നോക്കി അടിക്കടാ പട്ടി അപരാധി നാറി.